ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൂവി എക്സ്പ്ലെയിനർ. ഇതിപ്പം 19/4 10ാമത്തെ എപ്പിസോഡാണ് കേട്ടോ. ഇതിന് മുമ്പത്തെ എപ്പിസോഡ് കാണാത്തവർക്ക് വേണ്ടി ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്നാൽ പിന്നെ നമുക്ക് കഥയിലോട്ട് പോയാലോ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഷോർട്ട് ഹെയറിനെയാണ് കേട്ടോ കാണിക്കുന്നത്. പുള്ളിക്കാരി കോൺട്രാക്ട് സൈൻ ചെയ്യാനായിട്ട് ആ കമ്പനിയിൽ വന്നേക്കുകയാണ്. ഇതേ നേരം അവിടുത്തെ ആള് ചോദിക്കുന്നുണ്ട്, അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന എംപ്ലോയി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഒപ്പിടാൻ ഉറപ്പിച്ചിട്ട് തന്നെയാണോ വന്നേക്കുന്നതെന്ന് ചോദിക്കും. അപ്പം നമ്മുടെ ഷോർട്ട് ഹെയർ കുറച്ച് ഫ്ലാഷ് ബാക്കിലോട്ട് പോവാണ്. അതായത് ഈ ഷോർട്ട് ഹെയർ പുള്ളിക്കാരിയുടെ അമ്മയുടെ കൂടെ പോയില്ലായിരുന്നോ? അപ്പം എങ്ങോട്ടാ പോയെന്നറിയാമോ? ഹോസ്പിറ്റലിലോട്ടായിരുന്നു പോയത്. അപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഈ അമ്മ പറയുന്നുണ്ട്, നിന്റെ കാല് ശരിയാവത്തില്ല, ഡോക്ടർ അങ്ങനെ പറയുന്നത്, അത് ഫുള്ളി റിക്കവർ ആവത്തില്ലെന്ന്. അതായത് ഈ പെൺകുട്ടിയുടെ കാല് കുറെ നാൾ കഴിഞ്ഞാലും ശരിയാവത്തില്ല. അത് മാത്രമല്ല, അവൾ ഇനി എന്നും ഉന്തിയായിരിക്കും നടക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇത് എത്രമാത്രം ശരിയാണെന്ന് അറിയില്ല. ചിലപ്പോൾ ശരിയാവുമായിരിക്കും കേട്ടോ. ചിലപ്പോൾ മെഡിക്കൽ മിറാക്കിളോ വല്ലതും ഒക്കെ സംഭവിക്കത്തില്ലേ, അതുപോലെ വല്ലതും ശരിയായാലോ, എനിക്ക് അങ്ങനെ തോന്നുന്നത്. അത് മാത്രമല്ല, പുള്ളിക്കാരി ഗെയിമിലോട്ട് വന്നില്ലായിരുന്നു. അപ്പം പുള്ളിക്കാരിയുടെ കാല് ശരിയാവുന്നതും ഇതെല്ലാം കൂടെ ആയപ്പം പുള്ളിക്കാരി ഗെയിമിൽ സൈൻ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. എന്നിട്ട് സൈൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതിനുശേഷം ഷോർട്ട് ഹെയർ പുറത്ത് ബസ് കാത്തു നിൽക്കുകയാണ്. ഇതേ നേരം അങ്ങോട്ട് നമ്മുടെ ഫാൻ ബോയ് വരികയാണ്. എന്നിട്ട് പറയാണ്, നീ എന്താ ഇവിടെ ചെയ്യുന്നത്? അപ്പൊ ഷോർട്ട് ഹെയർ പറയും, ഞാനിവിടെ പച്ചക്കറി വാങ്ങാൻ വന്നതാണ്. അതുമാത്രമല്ല, പച്ചക്കറി കിട്ടിയില്ല എന്നും പറയും. അപ്പൊ ഫാൻ ബോയ് ആണെങ്കിൽ ഇത് വിശ്വസിക്കത്തില്ല, ആരെങ്കിലും കമ്പനിയിൽ പച്ചക്കറി വാങ്ങാൻ വരുമോ? അങ്ങനെ രണ്ടുപേരും കൂടെ അവിടെ ബസ് കാത്ത് നിൽക്കുകയാണ് കേട്ടോ. ഇതേ നേരം ബസ് അങ്ങോട്ട് വരികയാണ്. അങ്ങനെ രണ്ടുപേരും ബസ്സിൽ കയറുന്ന നേരം ബാക്കിൽ ഒരുത്തനാണെങ്കിൽ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അതായത് പുറം നാട്ടില് നമ്മളെ പോലെ കണ്ടക്ടറൊന്നും അല്ല ടിക്കറ്റ് എടുക്കുന്നത്. അവിടെ ഈ മെഷീൻസ് വെച്ചിട്ട് എന്തോ കാർഡുണ്ട്, ആ കാർഡ് വെച്ചിട്ടാണ് ടിക്കറ്റ് എടുക്കുന്നത്. അപ്പൊ ഈ കാല് വയ്യാത്തോണ്ട് ഇങ്ങനെ പതിയെ പുള്ളിക്കാരി എടുക്കുന്നതും കാർഡ് വെച്ച് സൈപ്പ് ചെയ്യുന്നേക്ക്. അപ്പൊ പിറകിൽ നിന്ന് ഒരുത്തനാണെങ്കിൽ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ഇതേ നേരം നമ്മുടെ ഫാൻ ബോയ് അവന്റെ അടുത്ത് ചൂടാവുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഈ ഷോർട്ട് ഹെയർ പറയാണ്, വേണ്ട പ്രശ്നത്തിനും പോണ്ടെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ഒരേ സ്ഥലത്ത് പോയിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതായത് പുള്ളിക്കാരൻ ഇവിടെ വന്ന എന്തിനാണ്? സൈൻ ചെയ്യാൻ. എന്നിട്ട് അവളോട് ഈ പെൺകുട്ടിയുടെ കാര്യം പറയാണ്. അതായത് പുള്ളിക്കാരിയെ കാണാൻ വേണ്ടിയിട്ട് ഗെയിം കളിക്കുന്നതെന്ന് തന്നെ അവൻ പറയുന്നുണ്ട്. അത് ഈ ഷോർട്ട് ഹെയർ തന്നെയാണ് ഗെയിമിൽ. പക്ഷേ അവർക്ക് ആർക്കും അറിയത്തില്ല ഇത് ഷോർട്ട് ഹെയർ ആണെന്ന്. പുള്ളിക്കാരി അവളുടെ ഐഡന്റിറ്റി മറച്ചു വെച്ചേക്കാണ്. എന്തിനാന്നറിയില്ല. ഈ ഫാൻ ബോയ്ക്ക് അവളോട് നല്ല പ്രണയമായി. അത് അവന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഗെയിമിലുള്ള ഷോർട്ട് ഹെയറിനെ പറയുന്നത് കേട്ടിട്ട് ഈ ഒറിജിനൽ ആയിട്ടുള്ള ഷോർട്ട് ഹെയറിന് നല്ല സന്തോഷമാവുന്നുണ്ട്. അവനോട് ചെറിയൊരു ഇഷ്ടം തോന്നുന്നുണ്ട്. അത് മാത്രമല്ല കേട്ടോ, നമ്മുടെ ഫാൻ ബോയ് സൈൻ ചെയ്തായിരുന്നു. ഞാൻ വിചാരിച്ചത് അവൻ സൈൻ ചെയ്തില്ല എന്നാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ അവൻ പേന വലിച്ചെറിഞ്ഞിട്ട് പോകുന്നതായിട്ടാണ് കാണിച്ചത്. എന്നാൽ അവൻ സൈൻ ചെയ്തു കേട്ടോ. അവൻ വിചാരിച്ചിരിക്കുന്നത് അവൻ എന്തായാലും ഷോർട്ട് ഹെയറിന്റെ ഐഡന്റിറ്റി അവൻ തന്നെ കണ്ടുപിടിക്കാന്ന് വിചാരിച്ചിട്ടാണ്. അത് മാത്രമല്ല, കമ്പനിക്കാരുടെ അടുത്ത് തണ്ടണ്ടെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അവൻ സൈൻ ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷം നമ്മുടെ ഹീറോയെ കാണിക്കുകയാണ് കേട്ടോ. ഹീറോ ലൈബ്രറിയിൽ വന്നേക്കുകയാണ് എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് അവിടുത്തെ ലൈബ്രറിയനോട് പറയാണ്, എൻ്റെ ഒരു സ്റ്റുഡന്റിന്റെ ബുക്ക് കളഞ്ഞുപോയി, അപ്പൊ CCTV ഒന്ന് ചെക്ക് ചെയ്യണമെന്ന്. അങ്ങനെ ഈ ലൈബ്രറിയനും നമ്മുടെ ഹീറോയും കൂടെ CCTV ചെക്ക് ചെയ്യാണ്. അപ്പം ഈ ഹീറോ എന്തിനാ CCTV ചെക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായോ? അതായത് ഈ ലൈബ്രറിയുടെ വൈഫൈയുടെ IP അഡ്രസ് വെച്ചിട്ടാണ് ആരോ മറ്റേ പൂച്ചയെ തട്ടിയ പൂച്ചയെ തട്ടിയോ ഇല്ലേന്ന് നമുക്കറിയത്തില്ല, ആ വീഡിയോ അപ്ലോഡ് ചെയ്തേക്കുന്നത്. അപ്പൊ ആ അപ്ലോഡ് ചെയ്ത സമയം അതിനകത്തുണ്ട് കേട്ടോ, ആ സൈറ്റിനകത്ത്. അങ്ങനെ ഈ ഹീറോ അത് കണ്ടുപിടിച്ച്, അതായത് ഈ ലൈബ്രറിയിലെ വൈഫൈ വെച്ചിട്ട് അപ്ലോഡ് ചെയ്തേക്കുന്നതെന്ന്. അങ്ങനെ ആ സമയത്ത് ആരാണോ അപ്ലോഡ് ചെയ്തത് അയാളെ CCTVന്ന് കണ്ടുപിടിക്കാനായിട്ട് വന്നേക്കുകയാണ്. അങ്ങനെ ഹീറോ കണ്ടുപിടിക്കുകയാണ് അതാരായിരിക്കും. അത് കൂട്ടുകാരി പെൺകുട്ടിയാണ് കേട്ടോ. അങ്ങനെ ഈ ഹീറോ ആണെങ്കിൽ കൂട്ടുകാരി പെൺകുട്ടീനെ കാണാനായിട്ട് പോവാണ്. അപ്പൊ കൂട്ടുകാരി പെൺകുട്ടി എന്ത് ചെയ്യുന്ന നോക്കുമ്പോൾ ഒരു പൂച്ചക്കുട്ടിക്ക് ഫുഡ് കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ഇതേ നേരം ഹീറോ ചെന്നിട്ട് അവളോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്ത്? ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? അപ്പൊ ആദ്യമൊന്നും ഈ കൂട്ടുകാരി സമ്മതിക്കത്തില്ല അവൾ അപ്ലോഡ് ചെയ്തേന്ന്. പിന്നെ അവള് സമ്മതിക്കും കേട്ടോ. അത് മാത്രമല്ല, ഈ കൂട്ടുകാരി പറയുന്നുണ്ട് അവള് മോശം പെൺകുട്ടിയാ, അവളുമായിട്ട് ഞാൻ ഇനി കൂട്ടുകൂടൂല. ഇതേ നേരം നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, നീ എന്റെ കൂടെ വാ, ഞാൻ നിനക്കൊരു കാര്യം കാണിച്ചു തരാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ എങ്ങോട്ടോ പോവുകയാണ് കേട്ടോ. ഇതിനുശേഷം നമ്മുടെ ഫാൻ ബോയും ഷോർട്ട് ഹെയറിനെയും കാണിക്കുകയാണ്. അവർ രണ്ടുപേരും കോളേജിന്റെ സ്ഥലത്തെത്തിയിട്ട് അതുവഴി നടന്നു പോവാണ്. ഇതേ നേരം നമ്മുടെ റൗഡി പയ്യൻ ഉണ്ടല്ലോ അവിടെ വന്നിട്ടുണ്ട്. റൗഡി പയ്യൻ നമ്മുടെ ഫാൻ ബോയെ കൈ കാണിക്കുകയാണ്. എന്നിട്ട് അങ്ങോട്ട് വിളിക്കുകയാണ്. അങ്ങനെ ഈ ഷോർട്ട് ഹെയറിന്റെ അടുത്ത് ടാറ്റ പറഞ്ഞിട്ട് നമ്മുടെ ഫാൻ ബോയ് ആണെങ്കിൽ റൗഡി പയ്യന്റെ അടുത്ത് ചെല്ലുകയാണ്. എന്നിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ഇതേ നേരം റൗഡി പയ്യൻ ആണെങ്കിൽ കുറച്ച് പൈസ കടം കിട്ടുമെന്ന് ചോദിക്കുകയാണ് ഈ ഫാൻ ബോയുടെ അടുത്ത്. എന്നാൽ ഈ ഫാൻ ബോയുടെ എവിടെന്നാ പൈസ? അവന്റെ അച്ഛൻ അവന് പൈസ കൊടുക്കാറില്ല. അത് മാത്രമല്ല, അവനൊരു സ്റ്റുഡന്റ്, അപ്പൊ എന്തായാലും പൈസ കാണത്തില്ല. ഇതേ നേരം തൊട്ട് സൈഡിൽ കൂടെ നമ്മുടെ ഹീറോയിൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഹീറോയിന്റെ അടുത്ത് ഒന്ന് സഹായിക്കുമെന്ന് ചോദിക്കുന്ന നേരം ഹീറോയിൻ മൈൻഡ് ചെയ്യാതെ പോവാണ്. കാരണം എന്തായിരിക്കും, കോളേജിലുള്ള എല്ലാ പിള്ളേരും ഇത് കണ്ടിട്ട് അവളോട് വളരെ മോശമായിട്ടൊക്കെ പെരുമാറുന്നത്. അങ്ങനെ അവൾ അവളുടെ ബൈക്കിൽ കയറുന്ന നേരം ഈ റൗഡി പയ്യൻ ഫാൻ ബോയുടെ അടുത്ത് പറയാണ് അമുൽ പയ്യനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആ പൈസ എന്ന് പറയുന്ന നേരം ഇത് കേട്ടിട്ട് ഈ ഹീറോയിൻ അവന്റെ അടുത്തോട്ട് വരുവാണ് കേട്ടോ. എന്നിട്ട് അമുൽ പയ്യൻ എന്താ പറ്റിയെന്ന് ചോദിക്കും. ഇതേ നേരം റൗഡി പയ്യൻ അവന് സീരിയസ് ആയി അവനെ ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ്, അത് മാത്രമല്ല
മാത്രമല്ല അവന്റെ ഡോക്ടർ ചേഞ്ച് ചെയ്ത് ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ആ വില്ലൻ ഡോക്ടറില്ലേ, ബോസിനെ വിളിച്ച് പറയുന്ന ആ ഡോക്ടർ, പുള്ളിക്കാരൻ അവിടുന്ന് സ്ഥലം മാറിപ്പോയെന്നും പറയുന്നുണ്ട്. ഇതിനുശേഷം നമ്മുടെ ഹീറോയിൻ ഏതോ ഡെലിവറി ഗേളുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഏതോ ഒരു സ്ഥലത്ത് പോയിക്കുകയാണ്. എന്നിട്ട് അവിടുത്തെ സെക്യൂരിറ്റി അടുത്ത് ചോദിക്കുകയാണ് ആ ഡോക്ടറിന്റെ വീട് എവിടാണ്, ഒരു പാക്കേജ് കൊടുക്കാനുണ്ടെന്ന് പറയും. എന്നാൽ ഈ സെക്യൂരിറ്റിക്ക് അവന്റെ വീട് അറിയത്തില്ല. അത് മാത്രമല്ല പുള്ളിക്കാരന് വീട് അറിയത്തില്ലെങ്കിലും ആ ഡോക്ടർ വെക്കേറ്റ് ആയി പോയെന്ന് അറിയാം. അതായത് പുള്ളിക്കാരൻ ഈ സ്ഥലത്ത് നിന്ന് എങ്ങോട്ടോ പോയി, ഹോസ്പിറ്റലും മാറിയിട്ടുണ്ട്, താമസിക്കുന്ന സ്ഥലവും മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പന്തികേട് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ടോ കേട്ടോ. അങ്ങനെ ഹീറോയിൻ സെക്യൂരിറ്റി അടുത്ത് സംസാരിക്കുന്ന നേരം ഫോണിലോട്ടൊരു കോള് വരികയാണ്. അപ്പൊ അത് ആരാന്ന് നോക്കുമ്പോഴാണ് ഇത് നമ്മുടെ ഹീറോയിന്റെ മുത്തശ്ശിയാണ്. മുത്തശ്ശി വിളിച്ചിട്ട് പറയാണ് കോളേജിൽ നിന്ന് ഒരു പെൺകുട്ടി വന്നിട്ടുണ്ട്, എന്നിട്ട് നീ പൂച്ചയെ തട്ടി, അതുകൊണ്ടൊരു പെറ്റീഷൻ സൈൻ ചെയ്യണം, എന്നാലേ ഹീറോയിന് പണിഷ്മെന്റ് കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് സീനിയർ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അതാണ് ഈ മുത്തശ്ശി ഫോണിൽ കൂടെ ഹീറോയിന്റെ അടുത്ത് പറയുന്നത്. ഇതിനുശേഷം നമ്മുടെ റൗഡി പയ്യനാണ് കേട്ടോ കാണിക്കുന്നത്. റൗഡി പയ്യനാണെങ്കിൽ വേറൊരു മുത്തശ്ശിയുടെ, അതായത് അമൂൽ പയ്യന്റെ മുത്തശ്ശിയുടെ വീട്ടിൽ ചെല്ലുകയാണ്. എന്നിട്ട് മുത്തശ്ശിയോട് പറയാണ് എനിക്ക് അമൂൽ പയ്യന്റെ കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട്, അവന് കൊടുക്കാനാണ്. അപ്പം മുത്തശ്ശി പറയും മോൻ കയറി പരിശോധിച്ചോ, വീട്ടിന്റെ അകത്തുണ്ടെന്ന് പറയും. ആ മുത്തശ്ശിക്ക് ചെവിക്ക് ഇച്ചിരി പ്രശ്നമുണ്ട് കേട്ടോ. എവ ഉറക്കെ പറഞ്ഞാലേ അവർക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു കൂട്ടുകാരൻ പയ്യനും അമൂൽ പയ്യനും പിന്നെ റൗഡി പയ്യനും കസിൻസ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഈ റൗഡി പയ്യനാണെങ്കിൽ ആ വീട്ടിൽ കയറി പരിശോധിക്കുകയാണ്. അങ്ങനെ അവൻ എന്തിനാ വീട്ടിൽ വന്നതെന്നറിയാമോ? മുത്തശ്ശിയുടെ ATM കാർഡ് അടിച്ചു മാറ്റാനാണ് വന്നിരിക്കുന്നത്. അവന്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കാനായിട്ട്. അങ്ങനെ മുത്തശ്ശിയുടെ ATM കാർഡ് അടിച്ചു മാറ്റിയിട്ട് പുറത്തിറങ്ങുകയാണ്. ഇതേ നേരം മുത്തശ്ശി വന്നിട്ട് അവന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയാണ് മോനെ ഒരിക്കലും നീ വഴി തെറ്റി പോവില്ല, സെറ്റിലാവണം. അപ്പുറത്തെ വീട്ടിലെ പയ്യനെ കണ്ടോ, അവൻ 24ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചിട്ട് അവനിപ്പോ ഒരു കുട്ടിയുണ്ടെന്ന് പറയും. അപ്പം ഈ മുത്തശ്ശി ഇതൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ മുത്തശ്ശി സ്നേഹം കൊണ്ടാട്ടോ പറയുന്നത്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ റൗഡി പയ്യന് വല്ലാത്തൊരു കുറ്റബോധവും വിഷമം. അങ്ങനെ അവനാണെങ്കിൽ അമൂൽ പയ്യന്റെ ഒരു സാധനം എടുക്കാൻ മറന്നു എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കയറി ചെല്ലുകയാണ്. അങ്ങനെ വീട്ടിൽ കയറിയിട്ട് ആ എടുത്ത ATM കാർഡ് അവിടെ തിരിച്ചു വെക്കുകയാണ്. അത് മാത്രമല്ല അവന്റെ പേഴ്സിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു. ആ കുറച്ച് പൈസ, അതായത് പേഴ്സിലിരുന്ന മൊത്തത്തിലുള്ള പൈസ എടുത്ത് മുത്തശ്ശിയുടെ ഡെസ്കിൽ വെക്കുകയാണ്. എന്നിട്ട് അതിന്റെ മണ്ടയിൽ ഒരു കണ്ണാടി എടുത്ത് വെക്കുകയാണ്, നോട്ട് പറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിനുശേഷം നമ്മുടെ റൗഡി പയ്യൻ അവിടുന്ന് പോവുകയാണ്. അടുത്ത സീനിൽ നമ്മുടെ ഹീറോയിന്റെ മുത്തശ്ശിയുടെ വീടാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങോട്ട് നമ്മുടെ ഹീറോയിൻ വന്നേക്കുകയാണ്. എന്നിട്ട് സീനിയർ പെൺകുട്ടി എടുത്ത് പറയുകയാണ് നമുക്ക് പുറത്തോട്ട് നിന്ന് സംസാരിക്കുകയാണ്. അതായത് ഈ സീനിയർ പെൺകുട്ടിയാണെങ്കിൽ കോളേജിലുള്ള കുറെ ആൾക്കാരിൽ നിന്ന് സൈൻ വാങ്ങിച്ചിട്ടുണ്ട്. അതായത് ഹീറോയിന് പണിഷ്മെന്റ് കൊടുക്കണം, അവൾ പൂച്ചയെ തട്ടിയെന്ന് പറഞ്ഞിട്ട് കോളേജിലുള്ള കുറെ ആൾക്കാരുടെ ഒപ്പ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇത്രയും പേര് ഒപ്പിട്ട് കൊടുക്കുമ്പോൾ അവൾക്ക് പണിഷ്മെന്റ് കിട്ടത്തില്ലേ? എനിക്ക് തോന്നുന്നു ഈ സീനിയറിന് അവളോട് എന്തോ ഒരു വാശിയുണ്ടെന്ന്. കാരണം ഹീറോന്റെ പ്രശ്നമായോണ്ടായിരിക്കണം. അങ്ങനെ ഹീറോയും ഈ സീനിയർ പെൺകുട്ടിയും പുറത്തു പോയി സംസാരിക്കുകയാണ്. അപ്പൊ ഈ ഹീറോയിൻ ആണെങ്കിൽ അവിടെ അടുത്ത് പറയുന്നുണ്ട് മേലെ ഇനി എന്റെ ഫാമിലിയെ കാണാൻ വന്നു പോവല്, നീ എന്തിനാണ് ഇങ്ങനെ റൂമർ പരത്തുന്നത്, ആരേലും കണ്ടോ പൂച്ചയെ തട്ടുന്നത്? അങ്ങനെ പൂച്ചയെ തട്ടുവാണെങ്കിൽ അവർക്ക് എന്താണെന്ന് ചോദിക്കും. എന്നിട്ട് അവൾ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് ഇനി മേലെ ഇങ്ങോട്ട് വന്നു പോവല്ലെന്നും പറയും. ഇതിനുശേഷം നമ്മുടെ ഹീറോയിൻ കൂട്ടുകാരി പെൺകുട്ടിയാണ് കാണിക്കുന്നത്. അവർ രണ്ടുപേരും ഏതോ ഒരു പെറ്റ് ഷോപ്പിൽ വന്നേക്കാണ്. അപ്പൊ അവിടെ നോക്കുമ്പോഴാണെങ്കിൽ ആ തട്ടിയ പൂച്ചയില്ലേ റോഡിൽ കിടന്ന്, ആ പൂച്ചയാണെങ്കിൽ അവിടെ ജീവനോടെ കുറച്ച് പരിക്കുകളോടെ അവിടെ നിന്ന് ഫുഡ് കഴിക്കുകയാണ്. അപ്പൊ ആ പൂച്ചക്കുട്ടി ആരായിരിക്കും രക്ഷപ്പെടുത്തിയത്? അതെ, നമ്മുടെ ഹീറോയിൻ തന്നെയാണ് രക്ഷപ്പെടുത്തിയത്. എന്നിട്ട് ഈ ഹീറോ ആണെങ്കിൽ അവിടുത്തെ ഒരു സ്റ്റാഫിനോട് ചോദിക്കുന്നുണ്ട് ഈ പൂച്ചക്കുട്ടി ആരാ രക്ഷപ്പെടുത്തിയത്, ഇതിനാരാ കൊണ്ടുവന്നതെന്ന്. അപ്പോൾ ആ സ്റ്റാഫ് പറയും അത് ഹീറോയിനാ കൊണ്ടുവന്നത്, ഈ പൂച്ചക്കുട്ടിക്ക് ഒട്ടും വയ്യായിരുന്നു, എന്നിട്ട് അതിനുള്ള ബില്ലും ഹീറോയിൻ തന്നെ അടച്ചതെന്ന് പറയും. അപ്പൊ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഈ കൂട്ടുകാരി പെൺകുട്ടിക്ക് നല്ല കുറ്റബോധം ഉണ്ട് കേട്ടോ. ഈ കൂട്ടുകാരി പെൺകുട്ടി വിഷമം കൊണ്ട് കരയാണ്. ഇതേ നേരം പുള്ളിക്കാരി പഴയൊരു ഫ്ലാഷ് ബാക്കിലോട്ട് പോവാണ്. അതായത് സ്കൂളിൽ കുറെ ബുള്ളി പിള്ളേര് ഈ കൂട്ടുകാരി പെൺകുട്ടിയെ ബുള്ളി ചെയ്യുന്ന നേരത്ത് ഈ ഹീറോയിനാണ് പല തവണയും ഈ കൂട്ടുകാരി പെൺകുട്ടീനെ രക്ഷിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഹീറോയിൻ ആണെങ്കിൽ അവളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കുമെന്ന് ഈ കൂട്ടുകാരി പെൺകുട്ടിക്ക് മനസ്സിലാവുകയാണ്. ആ പൂച്ച റോഡിൽ വയ്യാതെ കടന്നിട്ടും പുള്ളിക്കാരിയാണ് ഇവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തത്. അപ്പം കൂട്ടുകാരിക്ക് മനസ്സിലായി ഹീറോയിൻ ഒരു മോശം വ്യക്തിയല്ല, അവൾക്ക് അതായത് അവളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി അവൾ എന്തും ചെയ്യുമെന്ന് മനസ്സിലായി. ഇതിനുശേഷം ഹോസ്റ്റൽ റൂമാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മുടെ ഹീറോയിന്റെ ഒക്കെ ഹോസ്റ്റൽ റൂം. അവിടെ നമ്മുടെ ഇൻഫ്ലുവൻസർ പെൺകുട്ടി ലൈവ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഓരോ ഡാൻസ് ഒക്കെ കളിച്ച് അവളുടെ സബ്സ്ക്രൈബേഴ്സിന് കാണിച്ചു കൊടുക്കുകയാണ്. ഇതേ നേരം അതിനകത്ത് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് റൂംമേറ്റ് ഒക്കെ എങ്ങനെയുണ്ട്, അവരുമായിട്ടൊക്കെ പരിചയമെന്ന് ചോദിക്കും. അപ്പം നമ്മുടെ ഇൻഫ്ലുവൻസർ പെൺകുട്ടി അവരൊക്കെ നല്ലവരാ, അവരൊക്കെ ഒരാഴ്ച ആവണേന് മുമ്പ് എൻ്റെ അടുത്ത് കമ്പനിയായെന്ന് പറയും. അതായത് പച്ചക്കള്ളം പറയാണ്, അവരാരും കമ്പനി ആയിട്ടില്ല. ഇതേ നേരം ആ റൂമിലോട്ടാണെങ്കിൽ ഷോർട്ട് ഹെയർ വരികയാണ്. അപ്പൊ ഷോർട്ട് ഹെയർ ഇതൊന്നും വലിയ മൈൻഡ് ആക്കുന്നില്ല കേട്ടോ. അപ്പൊ ഷോർട്ട് ഹെയറിന് ചെന്ന് കണ്ടിട്ട് ഞാൻ ലൈവ് പോവുകയാണ്, അപ്പൊ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ഒന്ന് അഭിനയിക്കെങ്കിലും ചെയ്തുകൂടെ എന്ന് ചോദിക്കും. അപ്പൊ ഈ ഷോർട്ട് ഹെയർ പറയും നീ നാളെ ഈ റൂം വൃത്തിയാക്കണം, അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ ഇൻഫ്ലുവൻസർ പെൺകുട്ടി ഇതിനെ സമ്മതിക്കുകയാണ് കേട്ടോ. ഇതേ നേരം നമ്മുടെ ഹീറോയിൻ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. എന്നിട്ട് അവളുടെ ഡെസ്കിൽ പോയി ഇരിക്കുകയാണ്. ഈ ഹീറോയിൻ എന്തോ ചെയ്യുന്ന നേരത്ത് ഈ ഷോർട്ട് ഹെയർ
അവളെ സമാധാനപ്പെടുത്തുന്നുണ്ട്. ഈ ഷോർട്ട് ഹെയർ അത്യാവശ്യം നല്ല കുട്ടിയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ഒരാളൊരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന സമയത്തും അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞേ. അപ്പോൾ ഈ ഇൻഫ്ലുവൻസർ പെൺകുട്ടി പറയും, ഞാനാണെങ്കിൽ ആ പെറ്റീഷനിൽ സൈൻ ചെയ്തിട്ടുണ്ട്, ഹീറോയിൻ എന്തായാലും പണി കിട്ടും, അവളൊരു ദുഷ്ടയാന്ന് പറയുന്നുണ്ട്. ഇതേ നേരം ഈ ഇൻഫ്ലുവൻസർ പെൺകുട്ടിയുടെ ഫോണിലോട്ട് ഒരു വീഡിയോ വരികയാണ്. അപ്പോൾ ആ വീഡിയോ ഷോർട്ട് ഹെയറും ഇൻഫ്ലുവൻസർ പെൺകുട്ടിയും കൂടി ഇരുന്ന് കാണുകയാണ്. അതെന്ത് വീഡിയോ ആയിരിക്കും? അതായത് ആ വീഡിയോയിൽ പറയുന്നുണ്ട്, ആ പൂച്ച മരിച്ചിട്ടില്ല, ആ പൂച്ചേനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത് നമ്മുടെ ഹീറോയിൻ ആണ്. അത് മാത്രമല്ല പൂച്ചയ്ക്ക് കുഴപ്പമൊന്നുമില്ല, അതിന് വേണ്ടിയിട്ടുള്ള ഫുൾ ബില്ല് അടച്ചത് ഹീറോയിൻ ആണ്. ഇത് ആരുടെ വോയിസ് ഓവറിലാണ് പറയുന്നതെന്ന് അറിയാമോ? ഇത് നമ്മുടെ ഹീറോന്റെ വോയിസ് ഓവറിലാണ് പറയുന്നത്. അത് മാത്രമല്ല ഇതിനെയൊക്കെ പറ്റി പറയുന്നത് ആ പെറ്റ് ഷോപ്പിലെ സ്റ്റാഫാണ്. അപ്പം എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് സത്യം. അങ്ങനെ ഈ ഇൻഫ്ലുവൻസർ പെൺകുട്ടിക്ക് അവളുടെ തെറ്റ് മനസ്സിലാവുകയാണ്. അവള് തൊട്ട് മുമ്പല്ലേ ഹീറോയിനെ അപമാനിച്ച ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞത്, അവള് പെറ്റീഷനിൽ സൈൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ. ഇതേ നേരം മറ്റേ സീനിയറിനെ കാണിക്കുന്നുണ്ട് കേട്ടോ, സീനിയറിനെ മറ്റേ പെൺകുട്ടീനെ. അപ്പം മറ്റേ പെൺകുട്ടി പറയുന്നുണ്ട്, ഇതാണ് സത്യാവസ്ഥ, അവളെ ഇനി വെറുതെ വിട്ടൂടെ, ശിക്ഷിക്കേണ്ട ആവശ്യമില്ല, പെറ്റീഷൻ ക്യാൻസൽ ചെയ്യാൻ പറയും. അപ്പം ഈ സീനിയറിന്റെ മുഖത്ത് ചെറിയൊരു വിഷമമുണ്ട്, അവൾക്ക് കൊടുക്കാൻ കിട്ടിയ ഒരു പണിയല്ലേ നഷ്ടപ്പെട്ടു പോയത്. പിന്നെ കാണിക്കുന്നത് ഹീറോയിനെ വഴക്ക് പറഞ്ഞ സാറിനെയാണ്. പുള്ളിക്കാരനും ഈ വീഡിയോ കാണുന്നുണ്ട് കേട്ടോ. പുള്ളിക്കാരന്റെ മുഖത്തും ചെറിയൊരു കുറ്റബോധം, വിഷമം എന്നൊക്കെ പറയാം, അതും വരുന്നുണ്ട്. അത് മാത്രമല്ല കേട്ടോ, ഈ സാറാണെങ്കിൽ അവളെ ഡിസ്മിസ് ചെയ്യാനുള്ള ലെറ്റർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, അത് ക്യാൻസൽ ചെയ്യാണ്. ഇതിനുശേഷം നമ്മുടെ ഹീറോയിൻ ബാൽക്കണിയിൽ വന്നിട്ട് നമ്മുടെ ഹീറോയ്ക്ക് മെസ്സേജ് അയക്കുകയാണ്, ഒന്ന് കാണാൻ പറ്റുമെന്ന്. അപ്പൊ നമ്മുടെ ഹീറോ ആണെങ്കിൽ 2 കോഫിയൊക്കെ വാങ്ങിച്ചിട്ട് ഹീറോയിനെ കാണാൻ വന്നേക്കാണ്. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ച് എങ്ങോട്ടോ നടന്ന് ഒരു പാർക്കിൽ വരികയാണ്. അതും ഈ കോളേജ് ക്യാമ്പസിൽ തന്നെയാണ്. അപ്പൊ അവര് മറ്റേ ഡോക്ടറിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ആ ഡോക്ടറിനെ കാണാനില്ല, പുള്ളിക്കാരൻ ഹോസ്പിറ്റലിൽ നിന്ന് ആരും അറിയാതെ എങ്ങോട്ടോ പോയി. അതുമാത്രമല്ല താമസിച്ചിരുന്ന സ്ഥലത്തുനിന്നും പോയി. അപ്പോൾ ഇവർക്ക് മൊത്തത്തിൽ ഡൗട്ടായി കേട്ടോ ആ ഡോക്ടറിനെ പറ്റിയിട്ട്. ഇതിനുശേഷം അവർ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അപ്പം അവർ രണ്ടുപേരും നെർവസ് ആവുന്നുണ്ട് കേട്ടോ. ഇതിനർത്ഥം എന്താണ്? അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടു തുടങ്ങി. അപ്പോൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് ഒരു സെക്യൂരിറ്റി വരികയാണ് കേട്ടോ. ആ സെക്യൂരിറ്റി ആണെങ്കിൽ അവർ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്, രാത്രി ഇവിടെ ഇരുന്ന് ഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, രാവിലെ കാണാൻ പോയിരുന്ന് ഡേറ്റ് ചെയ്യാൻ പറയും. അങ്ങനെ ഹീറോ ആണെങ്കിൽ ഹീറോയിനെ അവളുടെ ഹോസ്റ്റലിൽ കൊണ്ടാക്കുകയാണ്. എന്നിട്ട് ടാറ്റ പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ടാറ്റ പറയുന്ന സമയത്ത് നമ്മുടെ ഹീറോന്റെ കയ്യിൽ എന്തോ ഒരു കളിപ്പാട്ടമുണ്ട്, കൊച്ചു കുട്ടികളുടെ. അപ്പോൾ ആ കളിപ്പാട്ടത്തിന്റെ ഫ്ലാഷ് ബാക്ക് എന്തോന്ന് അറിയാമോ? അതായത് ആ സാധനം കൊടുത്തത് നമ്മുടെ ഹീറോയിനാണ്. ഹീറോയിൻ കുട്ടിക്കാലത്ത് കൊടുത്തതാണ്. അതിപ്പോഴും ഈ ഹീറോയുടെ ഉണ്ട് കേട്ടോ. അപ്പം ഹീറോയിനും കുട്ടിക്കാലത്ത് എന്തോ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. അത് കറക്റ്റായിട്ട് കാണിക്കുന്നില്ല, ഇനി വരുന്ന എപ്പിസോഡിലൊക്കെ കാണുമായിരിക്കും. ഇതിനുശേഷം നമ്മുടെ റൗഡി പയ്യനാണ് കേട്ടോ കാണിക്കുന്നത്. അവൻ നല്ല കുടിച്ച് കിൻഡലായിട്ട് ഒരു ഷോപ്പിൽ ഇരിക്കുകയാണ്. ഇതേ നേരം ഒരു 3 പയ്യന്മാർ ഓപ്പോസിറ്റ് ഇരുന്ന് കുടിക്കുകയാണ്. എന്നിട്ട് അവന്മാരുടെ സന്തോഷമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുകയാണ്. ഇത് കണ്ടിട്ട് ഈ റൗഡി പയ്യന് വിഷമം സഹിക്കാൻ വയ്യാതെ അവൻ പൊട്ടി കരയാണ്. ആ കരച്ചിട്ട് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു വിഷമം തോന്നും. അങ്ങനത്തെ രീതിയിൽ കരയാണ്. ഈ റൗഡി പയ്യൻ എപ്പോഴൊക്കെ കരഞ്ഞാലും എനിക്ക് വിഷമം വരും, എന്താണെന്നറിയത്തില്ല. റൗഡി പയ്യനാണെങ്കിലും ഒരു സ്വഭാവം പാവമാണ് കേട്ടോ. കാരണം ആ മുത്തശ്ശിയുടെ നിന്ന് പൈസ എടുത്തപ്പോഴും അപ്പൊ ആ മുത്തശ്ശി കൈ പിടിച്ചപ്പോൾ അവന് പാവം തോന്നിയിട്ട് തിരിച്ചു വെച്ചില്ലേ, അവന്റെ ഗതികേട് കൊണ്ടാ പൈസ എടുത്തത്. എനിക്ക് അങ്ങനെ തോന്നുന്നത്. പുള്ളിക്കാരന്റെ മനസ്സിലും ഒരു നല്ലൊരാളുണ്ട് കേട്ടോ. റൗഡി പയ്യനെന്ന് ഞാൻ ചുമ്മാ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. പക്ഷെ അവൻ പാവമാണ്, നല്ല മനസ്സിനൊരു ഉടമയാണ്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരുടെ ഫോണിലോട്ട് മെസ്സേജ് വരുവാണ് കേട്ടോ. അപ്പൊ മെസ്സേജ് വരുന്നതിന് തൊട്ട് മുമ്പ് ഈ ഹീറോ പുള്ളിക്കാരന് മെസ്സേജ് അയക്കുന്നുണ്ട്. പുള്ളിക്കാരന്റെ ഓൺലൈൻ കൂട്ടുകാരൻ ഇടയ്ക്കിടയ്ക്ക് ഡൗട്ട് ചോദിക്കില്ലേ, അപ്പോൾ അങ്ങേര് പറയുന്നുണ്ട്, അതായത് ചിപ്പ് വെച്ചിട്ട് എന്തായാലും ആൾക്കാരെ കൺട്രോൾ ചെയ്യാൻ പറ്റും, ആൾക്കാർ മരിച്ചതിന് ശേഷം കോമയിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും അത് ചിപ്പ് വെക്കാതെ നടക്കത്തില്ല, അപ്പൊ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ തലയിൽ ആരെങ്കിലും ചിപ്പ് വെച്ച് കാണുമെന്നും പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കൂട്ടുകാരി പെൺകുട്ടീനെയാണ് കേട്ടോ. കൂട്ടുകാരി പെൺകുട്ടിക്ക് കുറ്റബോധം അടക്കാൻ വയ്യ, അതുകൊണ്ട് അവള് കരഞ്ഞിട്ട് ഓപ്പോസിറ്റ് കിടക്കാണ് ഹീറോയിന്റെ. അവളോട് സോറി പറയുന്നുണ്ട് കേട്ടോ. ഹീറോയിൻ അറിയാതെ ഈ ഹീറോയിനോട് കൂട്ടുകാരി പെൺകുട്ടി മനസ്സിൽ സോറി പറയുകയാണ്. അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് ഇവരെല്ലാരും ഗെയിമിൽ വന്നേക്കാണ് കേട്ടോ. അപ്പൊ ഗെയിമിൽ എല്ലാരെയും കെട്ടി വെച്ചേക്കാണ് ചങ്ങലക്കകത്ത്, ഓരോ പെട്ടിക്കകത്ത് വെച്ചിട്ട്. അപ്പം ആരൊക്കെയാണെന്ന് നോക്കുമ്പം നമ്മുടെ കൂട്ടുകാരി പെൺകുട്ടി വെച്ചിട്ട് ബാക്കി എല്ലാരെയും കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ കൂട്ടുകാരി പെൺകുട്ടി എവിടെയെന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് കാണുമല്ലേ. കൂട്ടുകാരി പെൺകുട്ടീനെ വേറെ എന്തൊക്കെയോ ഡ്രസ്സൊക്കെ കൊടുത്തിട്ട് ഓപ്പോസിറ്റ് ഒരു കത്തിയും കൊടുത്ത് അവിടെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അവള് പൊസസ്ഡ് ആണ് കേട്ടോ. അവളുടെ കൺട്രോളിലല്ല, ഏതോ ഒരു യക്ഷിയുടെ കൺട്രോളിലാണ്. അതായത് ആദ്യം നമ്മളൊരു യക്ഷീനെ കണ്ടില്ലേ, ആ യക്ഷിയുടെ കൺട്രോളിലാണ്. അവളുടെ കണ്ണില് കൃഷ്ണമണിയൊക്കെ നന്നായിട്ട് വലുതാവുന്നുണ്ട്. അതിനർത്ഥം എന്താ, അവള് പൊസസ്ഡ് ആണ്. അത് മാത്രമല്ല ആ യക്ഷിയുടെ വോയിസ് ഓവറിൽ പറയുന്നുണ്ട്, അതായത് കഴിഞ്ഞ ഗെയിമില് ശവപ്പെട്ടിയിലിട്ട് അടയ്ക്കപ്പെട്ടത് ആരെയാണ്, കൂട്ടുകാരി പെൺകുട്ടീനെ. അപ്പൊ കൂട്ടുകാരി പെൺകുട്ടിയാണ് ഈ കളിയിലെ പ്രീസ്റ്റ് എന്ന് പറയും. ഇതെന്താ അങ്ങനെ പറയാന്ന് അറിയത്തില്ല, അതൊക്കെ ഇനി അടുത്ത എപ്പിസോഡിലേ മനസ്സിലാവത്തുള്ളൂ. അപ്പം ഈ എപ്പിസോഡ് ഇവിടെ കൊണ്ട് തീരുകയാണ് കേട്ടോ. അപ്പൊ അടുത്ത എപ്പിസോഡിൽ എന്തായിരിക്കും നടക്കാൻ പോകുന്നത്? എന്നാ പിന്നെ ഓക്കെ, ബൈ.